ഹലോ. പണം സേവ് ചെയ്യണമെന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലേ? പക്ഷെ പലപ്പോഴും മാസം കഴിയുമ്പോഴേക്കും നമ്മുടെ പോക്കറ്റ് കാലിയാവും. എന്തുകൊണ്ടാണിത്? നിങ്ങളുടെ പണം എങ്ങോട്ടാണ് പോകുന്നതെന്ന് കണ്ടെത്താനും അത് കുറച്ചുകൂടി സ്മാർട്ടായി കൈകാര്യം ചെയ്യാനുമുള്ള 4 സിമ്പിൾ വഴികളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നിങ്ങളുടെ പണം ശരിക്കും എങ്ങോട്ടാണ് പോകുന്നത്? പലപ്പോഴും നമുക്കിതിന് വ്യക്തമായൊരു ഉത്തരം കാണില്ല അല്ലേ? ചിലപ്പോൾ ഷോപ്പിങ്ങിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഓൺലൈനിൽ ചുമ്മാ നോക്കിയിരിക്കുമ്പോഴോ പെട്ടെന്ന് കാണുന്നൊരു സാധനം വാങ്ങാനുള്ള ആ ഒരു തോന്നലുണ്ടല്ലോ, അതാണ് നമ്മുടെ എല്ലാ പ്ലാനും തെറ്റിക്കുന്നത്. യഥാർത്ഥ പ്രശ്നം ഇവിടെയാണ്. ഒരു വശത്ത് പണം മിച്ചം പിടിക്കാനുള്ള നമ്മുടെ ആഗ്രഹം, എന്നാൽ മറുവശത്ത് എന്തെങ്കിലും വാങ്ങാനുള്ള ഒരു തോന്നൽ, ആ ഒരു ഇമ്പൾസ്. ആ തോന്നൽ കുറച്ച് സ്ട്രോങ് ആവുമ്പോഴാണ് കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്. പക്ഷെ പേടിക്കേണ്ട, ഇതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ചില വഴികളുണ്ട്. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ നിയമത്തിലേക്ക് കടക്കാം. ഇതാണ് 1% പർച്ചേസ് റൂൾ. പെട്ടെന്നുണ്ടാകുന്ന വലിയ ചിലവുകൾ നിയന്ത്രിക്കാൻ ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു വഴിയാണ്. ഈ നിയമത്തിൻ്റെ എല്ലാം അടിസ്ഥാനം ഈ ഒരൊറ്റ സംഖ്യയാണ്, 1%. ഇത് നിങ്ങളുടെ ഒരു വർഷത്തെ വരുമാനത്തെ ബേസ് ചെയ്തുള്ളൊരു കണക്കാണ്. നിയമം വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് അത്രയൊന്നും അത്യാവശ്യമില്ലാത്തൊരു സാധനം വാങ്ങാൻ തോന്നി, അതിന്റെ വില നിങ്ങളുടെ വാർഷിക വരുമാനത്തിന്റെ 1%-ൽ കൂടുതലാണെങ്കിൽ അതുടനെ വാങ്ങരുത്. പകരം ഒരു 3 ദിവസം കാത്തിരിക്കുക. ഈ കാത്തിരിപ്പാണ് ഇവിടുത്തെ യഥാർത്ഥ മാജിക്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം അല്ലേ? ഇപ്പോൾ നിങ്ങളുടെ വാർഷിക വരുമാനം ഒരു 10 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. അതിൻ്റെ 1% എത്രയാ? 10,000 രൂപ, റൈറ്റ്? ഇപ്പം നിങ്ങൾക്ക് 10,000 രൂപയ്ക്ക് മുകളിൽ വില വരുന്നൊരു പുതിയ ഫോൺ വാങ്ങാൻ ഭയങ്കരമായിട്ടൊരു തോന്നൽ വന്നു. എന്ത് ചെയ്യും? ഉടനെ വാങ്ങരുത്. ഒരു 3 ദിവസം വെയിറ്റ് ചെയ്യുക. 3 ദിവസം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ആ ഫോൺ വേണമെന്ന് തന്നെ തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായി വാങ്ങിക്കോളൂ. കാരണം അപ്പോഴേക്കും അതൊരു പെട്ടെന്നുള്ള ആഗ്രഹമല്ല, മറിച്ച് ശരിക്കും ആലോചിച്ചെടുത്തൊരു തീരുമാനമായി മാറിയിട്ടുണ്ടാകും. ഇനി രണ്ടാമത്തെ നിയമം, നമ്മുടെ സമ്പാദ്യം എങ്ങനെ ഓട്ടോമാറ്റിക് ആക്കാം എന്നതിനെക്കുറിച്ചാണിത്. സത്യം പറഞ്ഞാൽ ബാങ്കുകൾ നമ്മളെ കൊണ്ട് പൈസ ചെലവാക്കിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സൂത്രമുണ്ടല്ലോ, അതേ സൂത്രം തന്നെ നമുക്ക് സമ്പാദിക്കാനായിട്ട് അങ്ങ് തിരിച്ചടിച്ചാലോ? ഈ ഒരു താരതമ്യം നോക്കിയേ. ബാങ്കുകൾ EMI വഴി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം എടുത്തുകൊണ്ടിരിക്കും. ഇതൊരു ഓട്ടോമേറ്റഡ് ചിലവാണ്. നമ്മുടെ സമ്പത്ത് അത് കുറച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് SIP. ഇത് നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റാണ്. കാലം കഴിയുന്തോറും ഇത് നമ്മുടെ സമ്പത്ത് കൂട്ടിക്കൊണ്ടുവരും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? വളരെ സിമ്പിൾ. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ലോൺ അടച്ചു തീർന്നാൽ ആ EMI എമൗണ്ട് വെറുതെ മറ്റ് കാര്യങ്ങൾക്കായി ചെലവഴിച്ച് കളയരുത്. പകരം അതേ തുകയ്ക്ക് ഒരു SIP അങ്ങ് തുടങ്ങുക. അപ്പോൾ എന്തായി? നിങ്ങളുടെ എല്ലാ മാസവുമുള്ള ഒരു ചെലവ് അതൊരു ശക്തമായ സമ്പാദ്യമായി മാറി. ഓക്കെ, നമ്മുടെ അടുത്ത നിയമം. ഇത് നമ്മുടെ വീട്ടിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇങ്ങനെ കുന്നുകൂടുന്നത് തടയാനും അതുപോലെ വെറുതെ പൈസ കളയുന്നത് ഒഴിവാക്കാനും സഹായിക്കുന്ന ഒരു സിമ്പിൾ ഐഡിയയാണ്. റൂളിന്റെ പേര് 1 അകത്ത് 1 പുറത്തുനിന്നാണ്. സംഭവം ഇത്രയുള്ളൂ. ഒരു പുതിയ ഷർട്ട് വാങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ കയ്യിലുള്ള ഒരു പഴയ ഷർട്ട് ഒഴിവാക്കണം. ഒന്നുകിൽ അത് വിൽക്കാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാം. അപ്പോൾ പുതിയത് വാങ്ങാൻ പോകുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കും, എനിക്ക് ശരിക്കും ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് സ്വയം ചോദിക്കാൻ ഇതൊരു നല്ല വഴിയാണ്. നമുക്കെല്ലാവർക്കും ഇതുപോലത്തെ അനുഭവങ്ങളുണ്ടാവും അല്ലേ? ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ലാത്തൊരു പുതിയ ഹാൻഡ് ബാഗ് അലമാരയിലെ വെറുതെ ഇരിക്കുന്നുവെന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള അവസ്ഥകൾ ഒഴിവാക്കാൻ ഈ 1 അകത്ത് 1 പുറത്ത് നിയമം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അവസാനത്തെ നിയമം. ചില ദിവസങ്ങളിൽ ഷോപ്പിംഗ് ഭ്രമം കൂടിപ്പോയിട്ട് കാര്യങ്ങൾ കൈവിട്ടു പോകൂലോ. അങ്ങനെയുള്ള സമയങ്ങളിൽ ഒരു എമർജൻസി ബ്രേക്ക് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നിയമമാണിത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഷോപ്പിങ്ങിന് പോയി ഒരു പ്ലാനുമില്ലാതെ എന്തൊക്കെയോ വാങ്ങി. അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യും? അപ്പോഴാണ് ഈ നിയമം ആക്റ്റീവ് ആകുന്നത്. ഈ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഖ്യ 24ആണ്. ഇത് നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുന്ന ഒരു കൂളിംഗ് ഓഫ് പീരീഡാണ്. അപ്പോൾ എന്താണ് ഈ 24 hour പോസ്? നിങ്ങൾ പ്ലാൻ ചെയ്യാതെ എന്തെങ്കിലും ഒന്ന് വാങ്ങിയാൽ സിമ്പിൾ, അടുത്ത 24 മണിക്കൂറത്തേക്ക് വേറെ ഒന്നും വാങ്ങരുത്. അത്രയേ ഉള്ളൂ. ഇത് ആ ഒരു ഷോപ്പിംഗ് സ്പ്രീക്ക് ബ്രേക്ക് ഇടാനും നമുക്ക് വീണ്ടും കൺട്രോൾ കിട്ടാനും സഹായിക്കും. അപ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ള 4 നിയമങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കയ്യിലിപ്പോൾ ഒരു പുതിയ ഫിനാൻഷ്യൽ ടൂൾ കിറ്റ് ഉണ്ട്. നമുക്കതൊന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. ഒന്നാമത്തേത് 1% റൂൾ. വലിയ എന്തെങ്കിലും വാങ്ങുന്നതിനു മുൻപ് 3 ദിവസം കാത്തിരിക്കുക. രണ്ടാമത്തേത് ഓട്ടോമേഷൻ. അടച്ചു തീർന്ന EMIകൾ പുതിയ SIPകളാക്കി മാറ്റുക. മൂന്നാമത്തേത് 1 അകത്ത് 1 പുറത്ത്. പുതിയത് വാങ്ങുമ്പോൾ പഴയതൊന്ന് ഒഴിവാക്കുക. നാലാമത്തേത് 24 മണിക്കൂർ പോസ്. ഷോപ്പിംഗ് കൂടി പോകുമ്പോൾ സ്വയം ഒരു ബ്രേക്ക് കൊടുക്കുക.
അപ്പോൾ ഈ 4 വഴികളും ഇപ്പം നിങ്ങളുടെ കയ്യിലുണ്ട്. ഇതിൽ ഏത് ശീലമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും ഒരു മാറ്റം കൊണ്ടുവരാൻ പോകുന്നത് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. വെറുതെ കേട്ടുപോയാൽ പോരാ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതൊരു കിടിലൻ തുടക്കമായിരിക്കും. നന്ദി.